നമസ്കാരം. നമ്മൾ ഓവർ തിങ്കിങ്ങിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഡിപ്രഷനൊക്കെ വരുന്നത് ബിസിനസ്സിൽ വിജയിക്കാത്തതിന് കാരണം ചെയ്യണോ വേണ്ടിയോ എന്നൊക്കെ ചിന്തിക്കുന്നത് ഓവർ തിങ്കിങ് ചെയ്യുന്നതുകൊണ്ടല്ലേ. ആ ഒരു പ്രശ്നത്തിലെ പരിഹാരമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. റീപ്ലേസ് വാട്ട് ഇഫ്. അതായത് വാട്ട് ഇഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എന്തായാലും ചെയ്യാം, ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക, ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള ചിന്തകൾ, മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന ചിന്ത അല്ലേ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുന്നവർ ഒരിക്കലും ഒരു കാര്യം തുടങ്ങാൻ സാധിക്കില്ല. ഇത് അങ്ങനെയായാൽ ഇങ്ങനെ ആയാലോ, ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അത് നഷ്ടത്തിലേക്ക് പോയാലോ, ഞാൻ ഈ ഒരു ജോലിക്ക് ഇറങ്ങിയാൽ അത് എനിക്ക് ദോഷം ചെയ്താലോ, ഇങ്ങനെ ഒരുപാട് വാട്ട് ഇഫ് എന്നുള്ള ചിന്ത മാറ്റി യു ഹാവ് ടു ചേഞ്ച്, പുട്ട് ഇറ്റ് വാട്ട് ഈസ്. നിങ്ങൾ വാട്ട് ഈസ് എന്നുള്ള ചിന്തയിലേക്ക് മാറണം. അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർ തിങ്കിങ്ങിൻ്റെ ആവശ്യം വരില്ല. അങ്ങനെ നെഗറ്റീവാണ് ഈ വാട്ട് ഇഫ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എന്ന് ചോദിച്ചാൽ ഇതെന്താണ്, ഇത് എങ്ങനെയാണ് എന്നില്ല, ആ ഒരു ഇത് അങ്ങനെ തന്നെയാണ്, അങ്ങനെ അങ്ങ് പോവും. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ റീപ്ലേസ് വാട്ട് ഇഫ്. വാട്ട് ഇഫിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുക ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിപ്പോയാലോ എന്നൊക്കെ വരുന്ന ആ ഒരു ചിന്ത എടുത്ത് കളഞ്ഞുകൊണ്ട് അവിടത്തേക്ക് നമ്മൾ എന്താണോ നടക്കാൻ പോകുന്നത് അതങ്ങനെ നടന്നിരിക്കും. അത് ആ ഒരു ചിന്തയിൽ തന്നെ നമ്മൾ തുടങ്ങുന്ന കാര്യം, സംസാരിക്കുന്ന കാര്യം, ചിന്തിക്കുന്ന കാര്യം ഒക്കെ പോസിറ്റീവായിട്ട് രീതിയിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനില്ല. ആ ഒരു തോട്ട്സ് മാത്രം വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അധികമായിട്ട് ചിന്തിക്കേണ്ടി വരില്ല. അതുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേരുന്നു.